we are going to discuss about our fourth module, communicating values. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ മാർക്കറ്റിംഗ് എന്താണെന്നും മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആസ് വി നോ, മാർക്കറ്റിംഗ് മിക്സ് ഇൻക്ലൂഡ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് എന്നുള്ള എലമെൻറ്റുകളെ കുറിച്ച് മുന്നേയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നാലാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബിസിനസ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ഫേമും ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഐഡിയയെ ഒരു പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം അതിനെ പ്രൈസ് ഫിക്സ് ചെയ്യണം, അതുപോലെ ആ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുകയും വേണം. ഇതോടുകൂടി ഒരു മാർക്കറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇനി ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിന് പറയുന്ന പേരാണ് പ്രൊമോഷൻ. പ്രൊമോഷൻ കൺസിസ്റ്റ് ഓഫ് ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ബ്രിങ് എ കമ്പനീസ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദി ഫേവറബിൾ അറ്റൻഷൻ ഓഫ് കസ്റ്റമേഴ്സ്. ഒരു ഫേമിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും പറയുന്ന പേരാണ് പ്രൊമോഷൻ. നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന 95% പ്രോഡക്റ്റുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇന്ന് കാണുന്ന ന്യൂസ് പേപ്പേഴ്സ്, TV, സോഷ്യൽ മീഡിയ പോലുള്ള മീഡിയാസിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രൊമോഷൻ്റെ ഡിഫറെൻറ്റ് വേസ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് പോലുള്ള കാര്യങ്ങളാണ്. പ്രൊമോഷൻ ഇൻക്ലൂഡ് അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, എക്സെട്ര. നൗ വി ആർ മൂവിങ് ടു ദി റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷൻ ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. Marketing communication involves the creation and delivery of messages through selected media to communicate with one or more market. ഏതൊരു ബിസിനസ്സും സ്മോൾ ഫേംസ് ആയാലും ലാർജർ ഫേംസ് ആയാലും അവരുടെ ഫണ്ടിൻ്റെ മേജർ പോർഷൻസ് അവർ പ്രൊമോഷന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അതായത് അത്രയും ഇമ്പോർട്ടൻസ് ഏതൊരു ബിസിനസ്സും അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പ്രൊമോഷൻ ഓരോ ഏരിയയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റോൾ ഇൻ ബിസിനസ്. ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് വെരി നെസസറി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ക്വാളിറ്റി, ഫീച്ചേഴ്സ്, പ്രൈസ്, എക്സെട്ര ഓഫ് ദി പ്രോഡക്റ്റ് ടു ദി പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രം അവിടെ നമ്മുടെ മാർക്കറ്റിംഗ് പൂർത്തിയാവുന്നില്ല. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ആളുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എത്രത്തോളം ബിസിനസ്സിൽ പ്രൊമോഷന് റോൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഗുഡ് ഇമേജ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ, helps to increase profitability, helps to build brand loyalty, helps in building long-term customer relationship. Second point, role in economy. എക്കണോമിയിൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം റോൾ ഉണ്ടെന്നാണ് നമ്മളിത് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ഒരുപാട് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സിന് പറ്റുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ബ്രിങ്സ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. കമ്മ്യൂണിക്കേഷനിലൂടെ എക്കണോമീസ് ഓഫ് സ്കെയിൽ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു കമ്പനി ഒരുപാട് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിനെ പറയുന്ന പേരാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരസ്യം നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു പരസ്യത്തിലൂടെ ഒരുപാട് ആളുകളിലേക്ക് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവെയർനെസ് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടിയാൽ ആ കമ്പനി സ്വാഭാവികമായിട്ടും ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പെർ യൂണിറ്റ് കോസ്റ്റ് താഴേക്ക് വരും. അങ്ങനെ കോസ്റ്റ് കുറയുകയും
പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് പറയുന്ന പേരാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. തേർഡ് വൺ, റോൾ ഇൻ സൊസൈറ്റി. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു എലമെൻറ്റിന് സൊസൈറ്റിയിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ഫ്രീഡം ഓഫ് ചോയ്സ് ഫോർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന റോള്. നമുക്കറിയാം, മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് പ്രോഡക്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. സെക്കൻഡ് വൺ, അച്ചീവ് സോഷ്യലി ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്സ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള എയിമിന് വേണ്ടി മാത്രമല്ല ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന ഒരുപാട് ഇവിൾസിനെ എലിമിനേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സെക്കൻഡായിട്ട് പറയുന്നത്, അച്ചീവ് സോഷ്യലി ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്. സൊസൈറ്റിയിലുള്ള ഇവിൾസിനെ തുടച്ചു മാറ്റാൻ, അതായത് ഇവിൾസ് എന്ന് പറയുമ്പം സ്മോക്കിങ്, ഡ്രിങ്കിങ്, ഡ്രഗ് അബ്യൂസ്, ഡൗറി സിസ്റ്റം പോലുള്ള ഒരുപാട് ഇവിൾസ് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു എലമെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, റോൾ ഇൻ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്, റിലീജിയസ് ഓർഗനൈസേഷൻ, ലേബർ ഓർഗനൈസേഷൻ പോലുള്ള ഓർഗനൈസേഷൻസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള എലമെൻറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ കാണിക്കാനും അതുപോലെ അവരുടെ ഐഡിയാസിനെ ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പല രീതിയിലുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസിന് ആളുകളിലേക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റിലീജിയസ് ഓർഗനൈസേഷൻ അവരുടെ ഐഡിയാസിനെ, ഓരോ ഓർഗനൈസേഷൻസും അവരുടെ ഐഡിയാസിനെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഏരിയ, ഡെവലപ്പിംഗ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓർ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈങ് ദി ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്, ഏത് കസ്റ്റമേഴ്സിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണ്, കമ്മ്യൂണിക്കേഷൻസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ആ ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കമ്പനി ഒരു കോസ്മെറ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഈ കോസ്മെറ്റിക് നോർമലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യൂത്തിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോർമലി ജനറേറ്റ് ചെയ്യേണ്ടത് യൂത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ നേച്ചർ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇതിനു വേണ്ടി സ്റ്റഡി ചെയ്യണം. ദി നാച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ ഡിപ്പെൻഡ് ഓൺ ദി നാച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഓഡിയൻസ്. ഏത് ടൈപ്പ് ഓഡിയൻസിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഫോം ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ഈസ് ഡിറ്റർമിങ് ദി കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്. നമ്മളൊരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ, ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത്, എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ആ പരസ്യം നൽകിയത് എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഏതൊരു കമ്പനിയുടെയും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇൻഫ്ലുവൻസ് ബയേഴ്സ് പർച്ചേസ് ഡെസിഷനാണ്. അതായത് നമ്മളൊരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മുടെ പരസ്യം കണ്ടിട്ട് ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളതായിരിക്കും ഏതൊരു കമ്പനിയുടെയും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റൈറ്റ് ടൈമിലേക്ക് എത്തിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും കാണുന്ന ഒന്നാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവെയർനെസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അത് വളരെ റെലവൻ്റ് ആണ്. എന്ന പോലെ തന്നെ ഓരോ ടൈമിൽ അത് എത്രത്തോളം റെലവൻ്റ് ആണോ അതിനനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക എന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. തേർഡ് വൺ, ഡിസൈനിങ് മെസ്സേജ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പരസ്യം ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ക്രിയേറ്റീവായിട്ടുള്ള, എത്രത്തോളം എഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
നോർമലി ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമ്മൾ വെഡ്ഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ലേസ് എന്ന് പറയുന്നത്. അത് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ആ മെസ്സേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസൈനിങ് മെസ്സേജ് എന്നുള്ളൊരു സ്റ്റെപ്പിൽ 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്ന് മെസ്സേജ് കണ്ടൻറ്റ്, മറ്റൊന്ന് മെസ്സേജ് ഫോർമാറ്റ് അല്ലെങ്കിൽ ലേഔട്ട്, ദെൻ സോഴ്സ് ഓഫ് മെസ്സേജ്. മെസ്സേജ് കണ്ടൻറ്റ് മീൻസ് വാട്ട് ടു സേ ടു ദി ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയേണ്ടത്, അതാണ് മെസ്സേജ് കണ്ടൻറ്റ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ മെസ്സേജ് കണ്ടൻ്റായിട്ട് നമ്മൾ പറയുന്നത്. സെക്കൻഡ് പാർട്ട് മെസ്സേജ് ഫോർമാറ്റ് അല്ലെങ്കിൽ ലേഔട്ട്. അത് ഏത് രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് മെസ്സേജ് ലേഔട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ കല്യാൺ സിൽക്സിൻ്റെ പരസ്യമൊക്കെ നമ്മൾ TV യിലാണ് നോർമലി കാണുന്നത്. എന്ന് വെച്ചാൽ അതിൽ ഡെമോൺസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്വലായിട്ടുള്ള മീഡിയയാണ് അവരതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ പല കമ്പനികളും കൊടുക്കുന്ന പരസ്യങ്ങൾ വാണ്ടഡ് എന്നാണ്, എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് പരസ്യങ്ങളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലായിരിക്കും കാണുന്നത്. അതിൽ ശരിക്കും നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മളത് ന്യൂസ് പേപ്പറിലാണ് കാണുന്നത്. അതാണ് മെസ്സേജ് ലേഔട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേം സോഴ്സ് ഓഫ് മെസ്സേജ് എന്ന് വെച്ചാൽ ഹു ഈസ് ടു സേ ഇറ്റ്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കമ്പനിയുടെ പരസ്യം ആരിലൂടെയാണ് ആളുകളിലേക്ക് എത്തുന്നത്. അപ്പം നോർമലി കമ്പനീസ് യൂസ് ചെയ്യുന്നത് ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിനൊക്കെ ആയിരിക്കും. അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം ഒരു നോർമൽ പേഴ്സൺ ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകൾ അത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്രെഡിറ്റ് ബർത്തിനെസ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൂസ്റ്റിൻ്റെ പരസ്യത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നുണ്ട് ബൂസ്റ്റ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി. അത് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള വ്യക്തി പറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസകരമായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ട്. അതേസമയം ഒരു നോർമൽ പേഴ്സൺ ആണ് ഇത് പറയുന്നതെങ്കിൽ ഈ ഒരു ടേം ഒരിക്കലും എഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തണമെന്നില്ല. ഫോർത്ത് സ്റ്റെപ്പ് സെലക്ടിങ് കമ്മ്യൂണിക്കേഷൻ ചാനൽ or communication media. Communication media refers to various vehicles or channels for carrying the communication messages to the target audience. മെസ്സേജ് ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, മെസ്സേജിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു കണ്ടൻറ്റ് ആളുകളിലേക്ക് ഏത് മീഡിയ വഴി നമ്മൾ എത്തിക്കണം എന്നുള്ള കാര്യമാണ് 4ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയാസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, മാഗസിൻസ് ഉണ്ട്, TV ഉണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്, പല രീതിയിലുള്ള മീഡിയാസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏത് മീഡിയ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പല പ്രോഡക്റ്റിനും പല നേച്ചറിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും. ചില പ്രോഡക്റ്റുകൾ ഡെമോൺസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് നോർമലി നമ്മൾ വിഷ്വൽ മീഡിയാസ് അതായത് TV ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം ഡെമോൺസ്ട്രേഷൻ ആവശ്യമില്ലാത്തതും ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതുമായിട്ടുള്ള ന്യൂസുകൾ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ റേഡിയോ വഴി ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. 5th സ്റ്റേജ് അലോക്കേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ബഡ്ജറ്റ്. കമ്മ്യൂണിക്കേഷൻ ബഡ്ജറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ ടോട്ടൽ ഫണ്ടിൻ്റെ എത്ര പോർഷൻ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റിവെക്കണം. ഇന്നത്തെ കാലത്ത് ഏതൊരു കമ്പനിയും അവരുടെ ഫണ്ടിൻ്റെ ഒരു മേജർ പോർഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്ന് ബിസിനസ് മേഖല കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Promotion or communication budget means allocation of fund for undertaking promotion programs. The amount of communication budget depends on the selection of communication media and determination of communication mix. അപ്പോൾ ഏത് മീഡിയയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ ഏത് ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അഡ്വർടൈസ്മെൻ്റ് ആണോ പേഴ്സണൽ സെല്ലിംഗ് ആണോ, ഇതിൻ്റെ ബേസിലായിരിക്കും, ഇതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എത്ര ഫണ്ട് മാറ്റി വെക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. മെയിനായിട്ട് 3 മെത്തേഡ്സ് ഓഫ് അലൊക്കേഷൻ ഉണ്ട്. ഒന്നാമത്തതാണ് അഫോർഡബിൾ മെത്തേഡ്. അഫോർഡബിൾ മെത്തേഡിൽ പറയുന്നത് ഒരു കമ്പനിക്ക് എത്ര എമൗണ്ട് ആണോ അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് അത്ര എമൗണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. വലിയൊരു കമ്പനി ആണെങ്കിൽ അവർ ഒരുപാട് എമൗണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റിവെക്കും. അതേസമയം ഒരു സ്മോൾ ബിസിനസ് ആണെങ്കിൽ നോർമലി അവർ ലോ എമൗണ്ട് ആയിരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ ഓരോ കമ്പനിക്കും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്
ആവശ്യമായിട്ടുള്ള ഫണ്ട് മാറ്റി വെക്കുന്ന മെത്തേഡാണ് അഫോർഡബിൾ മെത്തേഡ്. സെക്കൻഡ് വൺ, പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. ഇറ്റ് മീൻസ് അലോക്കേറ്റ് ഫണ്ട് അറ്റ് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽ. അവരുടെ സെയിലിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് പ്രൊമോഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന മെത്തേഡാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽ മെത്തേഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെയിൽസിൻ്റെ 10% അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ സെയിൽ 10 lakh ആണെങ്കിൽ 1 lakh ആയിരിക്കും പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്ന എമൗണ്ട്. തേർഡ് വൺ, കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡ്. ബേസ്ഡ് ഓൺ വാട്ട് ഇറ്റ്സ് കോമ്പറ്റീറ്റർ സ്പെൻഡ് ഓൺ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്. നമ്മുടെ കോമ്പറ്റീറ്റർ അവരുടെ പ്രോഡക്റ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രോഡക്റ്റ് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്യുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മളും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡ്. അടുത്ത സ്റ്റെപ്പ്, ഡിറ്റർമിനിങ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. കമ്മ്യൂണിക്കേഷൻ മിക്സ് ഇൻക്ലൂഡ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ, പേഴ്സണൽ സെല്ലിംഗ് എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൂൾസിന്, കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. അപ്പോൾ ഒരു കമ്പനി ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രമായിരിക്കില്ല ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പല കമ്പനീസും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും യൂസ് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റും പബ്ലിക് റിലേഷനും യൂസ് ചെയ്യാം, അതുപോലെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കോമ്പിനേഷനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഏത് മിക്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ദി കമ്പനി ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ദി ടോട്ടൽ ബഡ്ജറ്റ് ഓവർ ഡിഫറെൻറ്റ് ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞു, എത്ര ഫണ്ടാണ് നമ്മൾ മാറ്റി വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 1 lakh ആണ് നമ്മൾ പ്രൊമോഷന് വേണ്ടി മാറ്റി വെച്ചതെങ്കിൽ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മിക്സിൽ അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ അഡ്വർടൈസ്മെൻറ്റിന് എത്ര ഫണ്ട് നമ്മൾ യൂസ് ചെയ്യണം, സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് എത്ര ഫണ്ട് മാറ്റണം, ഈ ടോട്ടൽ 1 lakh അഡ്വർടൈസ്മെൻറ്റിന് എത്ര വേണം, സെയിൽസ് പ്രൊമോഷൻ എത്ര വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പും കൂടിയാണ് 6ാമത്തെ സ്റ്റെപ്പ്. 7ാമത്തെ സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ഓഡിയൻസിന് ഐഡൻറ്റിഫൈ ചെയ്തു, ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്തു, മെസ്സേജ് ഡിസൈൻ ചെയ്തു, ചാനൽ സെലക്ട് ചെയ്തു, ബഡ്ജറ്റിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തു, അതുപോലെ മിക്സും ഡിസൈഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ആക്ച്വൽ പ്രാക്ടീസാണ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ്. നമ്മൾ സെലക്ട് ചെയ്ത മീഡിയ യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത മെസ്സേജിനെ ആളുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു സ്റ്റെപ്പിന് പറയുന്ന പേരാണ് ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. ആക്ച്വൽ പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, നമ്മൾ അഡോപ്റ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യണം. ഇറ്റ് ഇൻവോൾവ് കളക്ടിങ് ഫീഡ്ബാക്ക് ഫ്രം ഓഡിയൻസ് സോ ദേ ക്യാൻ മേക്ക് നെസസറി ചേഞ്ചസ് ഇഫ് റിക്വയർഡ്. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത ശേഷം അത് എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് ഒരു 1 month കഴിഞ്ഞ ശേഷം നമ്മുടെ സെയിൽ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ല കുറയാണ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നമ്മുടെ പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മൾ റിവൈസ് ചെയ്യണം. ഇത്രയാണ് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ഏരിയ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Communication mix is also known as elements of promotion mix or promotional blend. It includes all those activities undertaken to promote sale. കമ്പനിയുടെ സെയിലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ടൈപ്പ് മിക്സ് അഥവാ 2 ടൈപ്പ് ബ്ലെൻഡുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പുഷ് ബ്ലെൻഡ്, ദെൻ സെക്കൻഡ് വൺ ഈസ് പുൾ ബ്ലെൻഡ്. പുഷ് ബ്ലെൻഡ് ഇംപ്ലൈസ് പേഴ്സണൽ സെല്ലിംഗ്. ഇവിടെ മിഡിൽ മാൻ അല്ലെങ്കിൽ ഷോപ്പ് കീപ്പേഴ്സ് കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്ന ഒരു ടൈപ്പ് മിക്സാണ് പുഷ് ബ്ലെൻഡ്. സെക്കൻഡ് വൺ ആണ് പുൾ ബ്ലെൻഡ് എന്ന് വെച്ചാൽ ഇംപേഴ്സണൽ സെല്ലിംഗ്. ഇവിടെ മിഡിൽ മാനോ ഷോപ്പ് കീപ്പേഴ്സോ ഡയറക്റ്റായിട്ട് ആളുകളെ പ്രോംപ്റ്റ് ചെയ്യുന്നില്ല, ബയേഴ്സിനെ പ്രോംപ്റ്റ് ചെയ്യുന്നില്ല.
ബയേഴ്സ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ പോലുള്ള മെത്തേഡ്സ് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരിങ്ങോട്ട് വന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഇമ്പോഴ്സണൽ ആയിട്ടുള്ള സെല്ലിംഗ് ആണ് ഫുൾ ബ്ലൈൻഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഏതൊക്കെയാണ് ആ കമ്മ്യൂണിക്കേഷൻ മിക്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രൊമോഷൻ്റെ ടൂൾസ്? ഫസ്റ്റ് വൺ ഈസ് അഡ്വർടൈസിങ്, ദെൻ പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് മീൻസ് സെയിൽസ്മാൻഷിപ്പ് ഇൻ പ്രിൻറ്റ്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രൈസ് പോലുള്ള എല്ലാ ഡീറ്റെയിൽസും ആളുകളിലേക്ക് ഡിഫറെൻറ്റ് മീഡിയ വഴി, TV, ന്യൂസ് പേപ്പർ, അതുപോലെ ഇൻ്റർനെറ്റ് പോലുള്ള ഡിഫറെൻറ്റ് മീഡിയ വഴി നമ്മൾ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് അഡ്വർടൈസിങ്. സെക്കൻഡ് വൺ പബ്ലിക് റിലേഷൻ. പബ്ലിക്കായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂർണമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ് പബ്ലിക് റിലേഷൻ. തേർഡ് വൺ സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് സാമ്പിൾസ്, കൂപ്പൺ, ഓഫേഴ്സ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ സെയിലിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സെയിൽസ് പ്രൊമോഷൻ. പേഴ്സണൽ സെല്ലിങ്ങിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഓറൽ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് നടക്കുന്ന ഒരു ടെക്നിക്കാണ് പേഴ്സണൽ സെല്ലിംഗ്. ഇവിടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഫോർത്ത് വൺ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഫോർ എക്സാമ്പിൾ ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയോ ഒരു കമ്പനി അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് റീച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എക്സാമ്പിൾ ടെലിമാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ് എക്സെട്ര. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഒരിക്കലും ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടക്കുന്നില്ല. ലാസ്റ്റ് വൺ ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തിട്ട് നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. Next, we are moving to the area factors affecting marketing communication mix decision. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സുകളെ കുറിച്ച് ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ ഓരോ മിക്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കമ്പനികളും ഒരേ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മിക്സ് അല്ല സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം ഫാക്ടേഴ്സാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, നാച്ചർ ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കൺസ്യൂമർ ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും. കൺസ്യൂമർ ഗുഡ്സ് മീൻസ് ഒരു പ്രോഡക്റ്റ് നമ്മൾ അൾട്ടിമേറ്റ് കൺസംഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ കേസിൽ കൺസ്യൂമർ ഗുഡ്സിന് എക്സാമ്പിളാണ് സോപ്പ്, പേസ്റ്റ് പോലുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ നോർമലി TV, ന്യൂസ് പേപ്പർ പോലുള്ള മീഡിയാസിൽ കാണുന്നതാണ്. കൺസ്യൂമർ ഗുഡ്സിന് നോർമലി ആപ്റ്റായിട്ടുള്ളത് മാസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. അതേസമയം ഇൻഡസ്ട്രിയൽ ഗുഡ്സുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ എക്സിബിഷൻ പോലുള്ള കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ടെക്നിക്കൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സോ ആണെങ്കിൽ അതിന് നോർമലി പേഴ്സണൽ സെല്ലിംഗ് ആണ് സ്യൂട്ടായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും. അത് ആളുകളെ പ്രോംപ്റ്റ് ചെയ്ത് വാങ്ങിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് പേഴ്സണൽ സെല്ലിംഗ് ആണ് ആപ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണെങ്കിൽ, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് കോമ്പറ്റീറ്ററുടെ ബ്രാൻഡിനേക്കാൾ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. അതല്ല രണ്ടും സെയിം ആണെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നല്ലത്. സെക്കൻഡ് പോയിന്റ്, നാച്ചർ ഓഫ് മാർക്കറ്റ്. നാച്ചർ ഓഫ് പ്രോഡക്റ്റ് പറഞ്ഞ അതേ ഒരു ഏരിയയിലോട്ടാണ് നാച്ചർ ഓഫ് മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റും പോകുന്നത്.
2 ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്, കൺസ്യൂമർ മാർക്കറ്റും ഇൻഡസ്ട്രിയൽ മാർക്കറ്റും. കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുന്നത് ദോസ് മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് കൺസ്യൂമർ ഗുഡ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ നോർമലി അഡ്വർടൈസ്മെൻ്റ് ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ സെല്ലിംഗ് പോലുള്ള മെത്തേഡ്സാണ് നോർമലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. തേർഡ് വൺ, സ്റ്റേജസ് ഇൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, PLC. ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ ലൈഫിലുള്ള സ്റ്റേജസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ആ സ്റ്റേജസിൽ ഓരോ സ്റ്റേജിലും ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ, ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ്. ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് നമ്മൾ ആ പ്രോഡക്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സ്റ്റേജാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് പതുക്കെ നമ്മുടെ പ്രോഡക്റ്റ് ഗ്രോ ചെയ്യുന്ന, മാർക്കറ്റിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് മെച്യൂരിറ്റി. ഡിക്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പതുക്കെ നമ്മുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞ് ഡിമാൻഡ് കുറയുന്ന സ്റ്റേജാണ്. സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവുന്ന സ്റ്റേജാണ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പുതിയ പ്രോഡക്റ്റ് ആളുകൾക്കിടയിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റും പേഴ്സണൽ സെല്ലിങ്ങും നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ഗ്രോത്ത് സ്റ്റേജിലും മെച്യൂരിറ്റി സ്റ്റേജിലും നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാവുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റും പേഴ്സണൽ സെല്ലിങ്, സെയിൽസ് പ്രൊമോഷൻ പോലുള്ള മെത്തേഡ്സ് എല്ലാം തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ ഷെയർ കുറയുന്ന സ്റ്റേജാണ്. നമുക്ക് ലോസ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിമാൻഡ് കുറയുന്ന സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രൊമോഷണൽ എക്സ്പെൻസും അവിടെ നമ്മൾ കുറക്കേണ്ടതുണ്ട്. കുറഞ്ഞ രീതിയിലുള്ള പ്രൊമോഷൻ കൊടുക്കുന്നതിലേക്കായിരിക്കണം നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഫോർത്ത് വൺ, മാർക്കറ്റ് സൈസ്. മാർക്കറ്റ് സൈസിൽ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സുള്ള സിറ്റുവേഷൻ, ദെൻ സ്മോൾ നമ്പർ ഓഫ് ബയേഴ്സുള്ള സിറ്റുവേഷൻ. ഒരുപാട് ബയേഴ്സുള്ള സിറ്റുവേഷൻ, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാ ആളുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, എക്സാമ്പിൾ സോപ്പ്, പേസ്റ്റ് പോലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കേസിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്. ദെൻ സ്മോൾ നമ്പർ ഓഫ് ബയേഴ്സ് ഉള്ള കേസിൽ, ഫോർ എക്സാമ്പിൾ JCB അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് മിക്സർ പോലുള്ളത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകളാണ്. അതിൻ്റെ നമ്പർ ഓഫ് ബയേഴ്സ് വളരെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ദി കൺസ്യൂമർ ഗുഡ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് നമുക്ക് പേഴ്സണൽ സെല്ലിംഗ് ആയിരിക്കും ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. ഫിഫ്ത്ത് പോയിന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സ്. ബയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവർ എക്സ്പീരിയൻസ്ഡ് ആണോ, അവർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അവയർനെസ് അവർക്കുണ്ടോ, അവരെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രൊമോഷൻ മിക്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ബയേഴ്സ് ആണെങ്കിൽ നമ്മൾ നോർമലി പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യേണ്ടതുണ്ട്. സിക്സ്ത് വൺ, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ്ങർ ചാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഒരുപാട് ഏജൻറ്റുകളെ, ഒരുപാട് മിഡിൽമാനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള മെത്തേഡാണ് അവിടെ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. വളരെ കുറഞ്ഞ മീഡിയേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് 1-2 ഏജൻസിന് മാത്രം, ഇൻ്റർമീഡിയറ്റ്സിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പേഴ്സണൽ സെല്ലിംഗ് ആണ് സ്യൂട്ടായിട്ടുള്ളത്. സെവൻത്ത് വൺ, പ്രൈസ് സ്ട്രാറ്റജി. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ പേഴ്സണൽ സെല്ലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയത് എന്നുള്ളതിൻ്റെ റീസൺ നമ്മൾ ആ കൺസ്യൂമേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം കോമ്പറ്റീറ്റർ പ്രൈസിനേക്കാൾ കുറവാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്കിൽ അവിടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്താൽ മതി. എയ്ത്ത് വൺ, കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ എലിമെൻറ്റ്. ഓരോ ടൂളിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, വിഷ്വലായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും.
അപ്പോൾ കോസ്റ്റ് എന്നുള്ളൊരു എലമെൻറ്റ്, ഓരോ മിക്സിൻ്റെയും കോസ്റ്റ്, ഓരോ ടൂളിൻ്റെയും കോസ്റ്റ് ഇതിനെ ബാധിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ഒരു കമ്പനിക്ക് എത്രത്തോളം ഫണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്, ആ ഒരു എലമെൻറ്റും ഈ മിക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരെ ബാധിക്കുന്നുണ്ട്.